ഇവനടുത്ത് കഴിവുണ്ട് എന്നുള്ളത് എനിക്കറിയുള്ളൂ. എന്നിട്ട് ഇവനെ ഞാൻ പൊടിച്ചു കൊടുത്തു. ഇവൻ യൂട്യൂബിനൊക്കെ ആറാടിക്കോളം നടക്കുന്നത്. ഞാൻ പറഞ്ഞോട് പറഞ്ഞു യൂട്യൂബിലൊന്നും നിന്നിട്ട് ആൾക്കാരെ അറിയില്ല. ഇതിന്റെ ഇപ്പൊ റീൽസിൽ 2 റീൽസിൽ നിന്നാ മതി. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, അന്നെ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കും. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരത്തിടും മുമ്പേ കരിങ്കോല വരിച്ചാട്ടെ മലപ്പുറം ഷിക്കു കൊമ്പങ്ങാട് കോഴയും കുഞ്ഞാപ്പു. ഇതാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. അപ്പോ ബനാവിൽ അവിൽ മിൽക്ക് ഷോപ്പിന്റെ തന്നെ അത് നന്നായി. ഇപ്പൊ വരാം. അപ്പൊ ആരാധകയാണ് ഇവിടെ ഉള്ളവരൊക്കെ അല്ലല്ലേ? അപ്പൊ ബനാവിൽ അവിൽ മിൽക്ക് ഷോപ്പിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഞാനും പച്ചി വന്നിക്കണ്. അങ്ങനെ തന്നെയല്ലേ പറയല്? സാമാന്യ സദസ്സിന് വന്ദനം അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ സന്തോഷത്തിലല്ലേ? നമ്മൾ സന്തോഷത്തിലൊക്കെ തന്നെ ആണ്. ഇന്ന് അടിയൊക്കെ കിട്ടി ഉസാറായിട്ട് വരികയാണ്. ഇനി വേണ്ട. അപ്പൊ ഇനി കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചിക്കത്താ പറയാനുള്ള കേക്കണ്ടേ? ഇന്നപ്പച്ചിക്ക് നല്ലൊരു കൈയടി കൊടുത്താണ്. അതാ ഇപ്പച്ചി 2 എന്താണ് സുഖല്ലേ? കൊമ്പങ്ങാട് അസ്സലാമു അലൈക്കും. എനർജി കുറച്ച് ഏറുണ്ടോന്ന് സംശയം കേട്ടോ. അവർക്ക് ഉണ്ടാവും. അവിൽ മിൽക്ക് കുടിച്ചിട്ടേ കാരണം. എന്തായാലും ബനാവിൽ അവിൽ മിൽക്ക് ഷോപ്പിന്റെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാണ്ടിക്കാടുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ബനാവിൽ അവിൽ മിൽക്കിന്റെ ഷോപ്പുകൾ ഈ ഇടായിട്ട് വെറും അതിന്റെ ഇനാഗുറേഷൻ മാത്രമായിരിക്കും ഇപ്പൊ നമുക്ക്. പറയണ്ടേ? എന്താ നമുക്ക് ചെയ്യണ്ടേ? പൊളിച്ചടക്കിയാലോ? എന്താ സ്റ്റേജ് പൊളിച്ചോ? ബാക്കിയുള്ളൊക്കെ അവളിപ്പച്ചിന്റെ ചൈന കൊമ്പത്തിരുന്ന് പാടണ്, കൊമ്പത്തിരുന്ന് പാടണ് പൊളിച്ചടക്കിയാലോ? അല്ല വേണ്ടേ? അപ്പൊ എന്താ നിങ്ങളെ ഇഷ്ടമാണോ? പാട്ട് വേണോ? ഡാൻസ് വേണോ? എന്താ വേണ്ടേ? ഏത് ഡാൻസോ? അടുത്ത് ഇനെന്താ വേണ്ടേ? പാട്ടോ? പാട്ട് പാടാൻ വയ്ക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോ പാടുന്നുണ്ടായിരുന്നു. കണ്ടാ ജി? അപ്പൊ അറിയാത്ത സംഭവത്തിന് നിക്കണ്ട. നല്ലൊരു കൈയ്യടി കൊടുക്കി. ഒന്നുകൂടെ അടിക്കാം. അത് ഉറപ്പല്ലേ? അത് കഴിഞ്ഞിട്ട് വരില്ലേ? അത് കേൾക്കാനാണ് അടുത്ത്. ഞാപ്പൂന്റെ വാപ്പ ലൈനന്റെ ലൈന് ചാട്ടാ. ഇതിന് കൊടുക്കട്ടെ നിങ്ങൾക്ക്. അതൊക്കെ അവിടെക്കട്ടെ. കൊമ്പങ്ങാട് തറവാട്ടിന് എത്ര ഫാൻസ് ഉണ്ട്? അത് ശരി, ഇത്ര ഉള്ളൂ. പക്ഷേ തറവാടൊന്ന് മാറ്റി കുടിച്ചാലായിക്കണോ? എന്താ കൊമ്പങ്ങാട് എന്നുള്ള പേര് മാറ്റുന്നില്ലോ? എന്താണ് സൈനിന്റെ തറവാടോ? സൈന ആരാ? ആരാ പറഞ്ഞേ? നിങ്ങൾ കണ്ടിക്കണോ?
അപ്പൊ എന്തായാലും പോരെ. നിങ്ങൾ ഇയാളെ കണ്ടിക്കണോ? ആ മൂപ്പരെ കണ്ടിക്കണോ? ആരാ? ഉസ്മാനെ. നിക്ക് ആരാ? എന്നാ വിളിക്ക് മൂപ്പരെ, നല്ലൊരു കയ്യടി വിളിക്ക്. ഒരുപാട് വീഡിയോയിലുണ്ടാവും. അന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അടക്കമുണ്ട്. അപ്പൊ ഉസ്മാനെ, എന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സലാം പറയും. പ്രത്യേകിച്ചൊന്നും പറയാ, ഒരുപാട് അല്ലേ? കാരണം കോയി കുഞ്ഞാപ്പൂവിന്റെ കൂടെ നമ്മൾ അഭിനയിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞത്. പുള്ളിയോട് ഉസ്മാൻ എന്നുള്ള കഥാപാത്രം എന്നിൽ വിശ്വാസം അർപ്പിച്ച് തന്ന കോയക്കും കുഞ്ഞാപ്പൂവിനും ഒരുപാട് നന്ദി. ഇവർ ഈ ടീം വർക്കാണ് ഈ നമ്മുടെ മുന്നിൽ എത്തുന്ന ആ വീഡിയോ അല്ലെ. അതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. നല്ലൊരു കയ്യടി കൊടുക്കാം. കയ്യടി ആരാ പാടുണ്ട്? ഇവളോ? ഈ പാട്ട് പാടോ? സൽത്താടല്ലേ വിടിയോടെ തായിടാവട്ട് ഉന്നാളെ നീരോടൊട്ട് മുത്തീന്തി കൊടിപ്പിന്റെ താളമണടി എന്നീന്നും നീ എന്റെ ജീവനടി കള്ളിപ്പണ്ണേ ചെല്ലക്കുയിലെ മുല്ലപ്പൂവിന് ചെറുള്ളോളെ യാടി നേടി ലड़की रोनी फैमिली लड़की रोनी നല്ലൊരു കൈ അടിപൊളിയായി. നീ കൊണ്ടേക്കോളി. അതാണ് ഞാൻ പറഞ്ഞു. അവിൽ മിൽക്ക് കുടിച്ചാ നമ്മളെ കുടിച്ചിട്ട് പോയാൽ മതി. അടിയോ? അവന്റെ അമ്മ. ഇവര് പ്രേക്ഷകരെ വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്നപ്പോ ഈ വേദിയിൽ വെച്ചിട്ട് നിങ്ങളൊരു അടി കൊടുക്കണം. അത് പറ്റൂല. അത് വീഡിയോയില് മാത്രം കണ്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു കേൾക്കോ? ഇപ്പച്ചിന്റെ അടിങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഓരോരുത്തരായിട്ട് വരുത്തായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെയാ പറയാ. ഇന്റെ ഈ സൈഡത്തെ 7 കൊല്ലം പോയിക്കോളെ. അന്നെ ചീട്ടുണ്ട്. ഒരു ഉത്തരം എനിക്ക് അറിയില്ല. ഇങ്ങോട്ട് എല്ലായിടത്തും ഇങ്ങനെ കാട്ടിയിട്ടുണ്ടേനു. ഇവിടെ വാ. അത് പേരെന്താ? ഇവിടെ അങ്ങോട്ട് കയറിയോ? ഇത് പറഞ്ഞ ഉത്തരം ഓക്കെ, നേരത്തെ പറഞ്ഞ ഉത്തരം കറക്റ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്കത് പറയാനുള്ള മടിയായി. അത് വേണ്ട. എനിക്ക് അടി വേണോ? വേണ്ട. അപ്പൊ ഓക്കെ അടിച്ചു കളി കഴിഞ്ഞു. എന്റെ പേരെത്താ? വയറോ? അതിന്റെ പേര്. എന്റെ പേരെത്താ? ശരിക്ക് പറയാ. എന്റെ പേരെത്താ? ഹലോ. ഓക്കെ, ഒരു ചെറിയൊരു മിമിക്രി എടുത്തു കൊടുത്താ എന്നാ പോലും അടങ്ങൂലേ? മിമിക്രി പോലെ അതാ താമരശ്ശേരി അടുത്ത് കൊടുത്ത കുതിരവട്ടം പപ്പു അല്ലേ? കൊടുത്തേ. എടാ, ഇവനെ കണ്ടിട്ട് ഒരു കലാകാരന്റെ ലുക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഭാവിയിൽ ഒരു കലാകാരനാവും ഉറപ്പം. എടാ, ഇപ്പൊ പാട്ട് പാടുവോ? ഇല്ലേ? കണ്ടാ കുട്ടി, എനിക്ക് കണ്ടാലറിയാം ആൾക്കാരെ. ഇതൊരു പാട്ട് പാടൂലേ? ആരാണ് എന്നോട് കാര്യം പറയാം കേട്ടോ. ഇവരെ പോലെ വെറും ഒറ്റ മിനിറ്റ് ഇവിടുന്ന് മാത്രമേ ഒച്ച ഉള്ളൂ. ഇങ്ങോട്ട് കയറ്റി ഒച്ച ഉണ്ടാവില്ലോ. എന്നാ അങ്ങനെ ഒച്ചുള്ള ആളെ കണ്ടോളൂ. ഒരു എവിടെ അവസരം കിട്ടുകയാണെങ്കിലും അവിടെ കയറിക്കൊണ്ടിട്ടോ. ഏത് സ്റ്റേജും കിട്ടിയാലും ഒരു മടി വിചാരിക്കരുത്. ഇവരെ മാറി ഇവിടുന്ന് മാത്രം ഒച്ചട്ടാ പോരാ. പുറത്തുനിന്ന് ഒച്ചണ്ടാക്കിയിട്ട് കാര്യമില്ല. സ്റ്റേജും വന്ന് ധൈര്യമായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് നാടൻ പാട്ട് അറിയാം. അതല്ല എനിക്ക് പറ്റുമോ? നാടൻ പാട്ട് അറിയാം. നമ്മള് പറയില്ലേ, നമ്മളിങ്ങനെ പാടും. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരത്തിടും മുമ്പേ കരിങ്കോല വറിച്ചാട്ടെ ചെയ്താരോ അന്തിക്കൊരുത്തി മുറുക്കി പെരുത്തവൾ വീടതു ചാറ്റിലാണ് വെറ്റമന്തിന്നോളെ ചുണ്ടള മുറുക്കി അന്തിക്കൊരു
ഒരുത്തി മുറുക്കി പെരുത്തവൾ വീണതു ചാറ്റിലാണ് ആളുന്നതൊന്നുമില്ല ആറ്റിരമ്പത്തൊരു കൂരയിലയ്യോ കരിന്തിരി കത്തണത് ആളുന്നതൊന്നുമില്ല തഴമിന്നമിനുങ്ങുമല്ല ആറ്റിരമ്പത്തൊരു കൂരയിലയ്യോ കരിന്തിരി കത്തണത് അന്റെ പേരെന്താ? അല്ലു 7 സത്യം പറയാണ്, ഞാൻ ഈ കുട്ടീനെ ഫസ്റ്റ് ടൈമാ കാണുന്നത്. ഈ സ്റ്റേജിക്ക് കേറി വന്നപ്പോ തന്നെ ഞാൻ ഇവനോട് സിക്കുവിനെ പറഞ്ഞു, ഒരു കലാകാരന്റെ ഒന്നും ഉണ്ടാകും നിൽക്കും. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് അറിയില്ല. ഞാൻ ഈ കുട്ടീനെ ഫസ്റ്റ് ടൈമാ കാണുന്നത്, സത്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവനോട് കണ്ടു നാടൻപാട്ട് പാടും, അതിന്റെ തുടക്കം ഞാൻ വെറുതെ ഇട്ടേരാന്ന് പറഞ്ഞു. ഞാനിപ്പനും കൂടെ നമ്മൾ ജിന്നെ കണ്ടിക്കണോ? ഇതേറെ സ്റ്റേജ് വന്ന് കണ്ടിക്കണോന്നല്ലാതെ വീഡിയോ ഡയറക്റ്റ് കണ്ടിക്കണോ? നമ്മളിപ്പോ പാട്ട് അടിക്കണോ? എന്റെ വീട് എവിടെയാണ്? അതാണ്. ഓക്കെ, അപ്പൊ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇവിടുന്ന് ഈ കുട്ടിനെ നമ്മൾ വലിച്ച് അയച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞത്. ഒരു എവിടെ സ്റ്റേജ് കിട്ടുകയാണെങ്കിലും ഒരു മടിയില്ലാതെ കയറിക്കോളൂ. സ്കൂളിലായാലും ഇതുപോലത്തെ സ്റ്റേജ് ആയാലും എവിടെ ആയാലും. ഓക്കെ അല്ലേ? പാട്ടക്കനായിട്ടാ പാടിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കുള്ള ഒരു കോഴ്സ് കൂടിയാണത്. എവിടെ വേദി ഉണ്ടാലും അവിടെ കേറാ, അവസരം കിട്ടിയ അത് മുതലാക്കാം. സത്യം. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് കൊമ്പങ്ങാട് പോയിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കലാകാരനെ പെട്ടെന്ന് കണ്ടാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും. കലാകാരനായിട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ എവിടൊക്കെയോ കറങ്ങി നടന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് യഥാർത്ഥാണ്. ഇവനടുത്ത് കഴിവുണ്ട് എന്നുള്ളത് എനിക്കറിയുള്ളൂ. എന്നിട്ട് ഇവനെ ഞാൻ പൊടിച്ചു കൊടുത്തു. ഇവൻ യൂട്യൂബിലൊക്കെ ആറാടിക്കോൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞോട് പറഞ്ഞു, യൂട്യൂബിലൊന്നും നിന്നിട്ട് ആൾക്കാരെ അറിയില്ല. ഇതിന്റെ ഇപ്പൊ റീൽസിൽ 2 റീൽസിൽ നിന്നാ മതി. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, അന്നെ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കും. അങ്ങനെ ഫസ്റ്റ് ഉണ്ടായില്ല, അന്നെ ഞാൻ കുഞ്ഞാപ്പു എന്ന് വിളിക്കും. ഞാൻ എന്റെ ഉപ്പച്ചി കോയാക്ക. അങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ആയിട്ട് പറഞ്ഞ എന്താണോ? കുഞ്ഞാപ്പു. അത് വേണ്ട, അതിന്റെ പേര് ഒരു ശരിയല്ല. ഞാൻ പറഞ്ഞു, നാളെ എന്നെ അറിയപ്പെടാ കുഞ്ഞാപ്പു എന്നുള്ള പേരേക്കാരം ഉറപ്പാ. അത് നോക്കി വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെയാണ് അല്ലേ? അതല്ലേ എന്റെ യഥാർത്ഥം. അപ്പൊ അതേപോലെ ഞാൻ പറയാം, കണ്ടപ്പോ ചിപ്പിയോട് പറഞ്ഞു, ഈ കുട്ടിന്റെ അടുത്ത് എന്തോ ഒരു കഴിവുണ്ട്, നോക്കിക്കോ. ഏതൊരു സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ മുതലാക്കണം കേട്ടോ. കുഞ്ഞാപ്പൂനെ നമ്മളൊക്കെ ഏറ്റെടുത്തും ചെയ്തു. അതാണ്. അത് ഏറ്റെടുത്ത് എടുക്കും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓനാണ് പപ്പുവിന്റെ കുതിരവട്ടം മറ്റാ പറഞ്ഞത്. അതെ. അപ്പൊ ഓന്റെ മുന്നിൽ വെച്ച് തന്നെ പപ്പുവിന്റെ സൗണ്ട് എടുത്ത് കൊടുക്കും. തുടങ്ങല്ലേ? ഈ കുട്ടിന്റെ പഠിച്ചോനെ പോകണ്ട, പൊയിഞ്ഞ അവിടെ നോട്ടെ. ഏതാണ് കുതിരവട്ടം? പപ്പുവിന്റെ താമരശ്ശേരി ചോരം അല്ലേ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോ ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിട് അത്ര മോശമല്ല. കൊല 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 താമരശ്ശേരി ചൊരോ കേട്ടോ, നമ്മുടെ താമരശ്ശേരി ചൊരേ. അത് ഉറങ്ങാണ്, എന്താണെന്ന് അറിയില്ല കേട്ടോ. വയറ്റിന്റെ അകത്ത് ഒരു എരിച്ചലും പൊരിച്ചലും വള്ളം പോയിട്ട് പോയി. താങ്ക് യു. നല്ലൊരു കൈയടി. ഇവര് കൊറേ നേരം നിങ്ങളെ തല്ലണം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചു. അതെയോ? ഞാൻ ചീനടിച്ചാ മതിയോ? അതെ, ദിവസങ്ങൾ അങ്ങോട്ടല്ലേ കാണുന്നത്. നിങ്ങളൊക്കെ വികൃതിയാളാ. സ്വന്തം വാപ്പാനെ തല്ലാൻ പറഞ്ഞ ആരൊക്കെയല്ല ഒന്ന് കച്ചൊന്നിച്ചാ ഇതില്. പിന്നെ പേരൊന്ന് കണ്ടോളിട്ട്, നമ്മളെ നാട്ടാരനാ. എത്ര പേര്? രാവിലെ എത്രയ്ക്കോ പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട, ആ പേര് അനൗൺസ് ചെയ്യല്ലേ. ഓനപ്പം ഇവിടെ എവിടെയുണ്ടെങ്കിൽ ഓനെ പൊരിച്ചു. അങ്ങനെ തല്ലാൻ പാടില്ല കേട്ടോ. പാട്ട് പാടിക്കൊണ്ടു പാടണം.
ഇപ്പപ്പാനെ വിളിച്ചിട്ടുണ്ട്. ഈ കുട്ടീന്റെ ഇപ്പപ്പാടെ വിളിച്ച